ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. പിന്നെ ഞാൻ കോളേജിൽ പോയിട്ട് വന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു 6 മണിയായിക്കണം വൈകുന്നേരം. വന്ന് ജസ്റ്റ് ഒന്ന് ഇരുന്നു അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചൊന്ന് വീഡിയോ എടുക്കാം. ഓക്കെ, നമ്മൾ അന്ന് മുടിയൊക്കെ കെട്ടി വെച്ചേക്കായിരുന്നു. അപ്പോൾ ഒന്ന് അഴിച്ചു. ഒത്തിരി മുടിയൊന്നും ഇല്ല കേട്ടോ, ഇത്രയൊക്കെ മുടി നാളെ വരും. നാളെ വരാം. മുടി അങ്ങ് ഒത്തിരി ആണല്ലോ, ഒത്തിരി ആയതുകൊണ്ടാണ് വീഡിയോ ഇട്ടത്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, മുടി ഒന്ന് അഴിച്ചു. മീൻസ് ഞാൻ കുളിച്ചും മേടി വീഴുന്നില്ല. സോ അങ്ങനെയല്ല, രാവിലെ കുളിച്ചിട്ടാണ് പോകുന്നത്. വൈകുന്നേരം വന്ന് ഞാൻ കുളിക്കും, കാരണം വിളക്ക് കത്തിക്കണം. സോ അതുകൊണ്ട് കുളിക്കണമല്ലോ. അപ്പം അത് യൂണിഫോം ഒന്നും മാറിയൊന്നുമില്ല കേട്ടോ, വന്ന വരവാണ്. അതിന് നമ്മുടെ ഇവിടെ വീട് പണിയൊക്കെ നടക്കുകയാണ് എന്ന് വെച്ചാൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ കുറേ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയൊക്കെ വെച്ചേക്കാം. എൻ്റെ വീടൊക്കെ ഇച്ചിരി അലങ്കോലമായിട്ട് കിടക്കുകയാണ്. എന്നാലും കുഴപ്പമില്ല. അതിൻ്റെ ഒക്കെ കാണിക്കാം. ഞാൻ നിങ്ങളെ ഹോം ടൂർ പോലെ ഞാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ അപ്പം ഇതിനെ റീനേറ്റ് ചെയ്യുന്നതിൻ്റെ കുറിച്ച് നമ്മൾ ഡേറ്റൊക്കെ എടുത്തു പോയി. തൽക്കാലം നമ്മളിപ്പം വിചാരിച്ചിരിക്കുന്നത് ചിങ്ങം 2 നമുക്ക് പാലുകാച്ചി നടത്താമെന്നാണ്. അപ്പം അത് നടക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ലല്ലോ. ചിങ്ങം നടക്കും, മീൻസ് അങ്ങനെയല്ല, ചിങ്ങം 2 ഇപ്പോൾ പറഞ്ഞത്. മലയാള മാസത്തിൽ 2 മീൻസ് എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് 17 തോന്നുന്നു. ചിങ്ങം 2 ആയിരിക്കും, ഓർമ്മയില്ല. 17 18 ഒരു കൺഫ്യൂഷൻ ഉണ്ട്. എന്തായാലും ചിങ്ങം 2 കേട്ടോ. അപ്പം പിന്നെ നമുക്ക് വീടിൻ്റെ ഗേറ്റൊക്കെ പഴയതായിരുന്നു. പഴയ ഗേറ്റിൻ്റെ പിക്ചേഴ്സ് എനിക്ക് തോന്നുന്നു ഞാൻ ഉണ്ടെങ്കിൽ കാണിക്കാം കേട്ടോ. പുതിയ ഗേറ്റൊക്കെ ചെയ്തു. അങ്ങനെ മൊത്തത്തിൽ ഫിനിഷൊന്നും ആയിട്ടില്ല. ഇത്ര അടുത്ത് ഡേറ്റ് വന്നെങ്കിലും അത്ര ഒന്നും ആയിട്ടില്ല. പെയിൻ്റ് അടിക്കണം. പിന്നെ കുറച്ച് ഐറ്റംസൊക്കെ മാറിയിട്ടുണ്ട് വീട്ടിൽ. പിന്നെ സ്ഥാനങ്ങളൊക്കെ കുറേയൊക്കെ നമുക്ക് സ്ഥലപരിമിതി കൊണ്ട് അന്നത്തെ ഒരു ഇതിൻ്റെ എന്താ പറയുക, ഒരു കൺജസ്റ്റഡ് ലൈഫിൻ്റെ ഇതിൽ നമ്മൾ പലതും കൺജസ്റ്റഡ് ആയിട്ടാണ് ചെയ്തത്. ഇപ്പം വലിയ ആവശ്യമൊന്നുമല്ല, കൺജസ്റ്റഡ് ആണ് എങ്കിലും നമ്മൾ വീടൊക്കെ വൃത്തിയാക്കാമെന്ന് വെച്ചു. അപ്പം എന്താ പറയുക, ലൈറ്റൊക്കെ ഒന്ന് മാറി. പിന്നെ ഷീറ്റ് ഇടാനായിട്ട് ഇട്ടിട്ടില്ല, ഇടും. പിന്നെ ഡോർ ഇച്ചിരി പ്രശ്നമുണ്ടായിരുന്നു. അത് നമ്മൾ എന്ന് വെച്ചാൽ ഡോറിൻ്റെ കട്ടള ചെറുതായിരുന്നു. അപ്പോൾ അത് വലുത് വെച്ചു. നിങ്ങൾ ഞെട്ടരുത് ഗേസ്, മറ്റേ ക്ലിപ്പ് കട്ടായി പോയിട്ടോ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അടുക്കളയിൽ വൃത്തിയാക്കാൻ കിടക്കുന്നതാണ്. നോക്കൂ, ഇന്നത്തെ കലാപരിപാടികൾ. ഇനി ഇതിനാരും പറയരുത്. ഞങ്ങൾ ഇത് കണ്ടിട്ട് പറയും, അവിടെ വീട് കിടക്കുന്നത് കണ്ടു, അടുക്കള കിടക്കുന്നത് കണ്ടു എന്നാലും പറയരുത്. കാരണം രാവിലെ ഇറങ്ങിപ്പോകുന്ന അമ്മയും മകളുമാണ് ഉണ്ട്. വൈകുന്നേരം വന്നിട്ട് ഇത് വൃത്തിയാക്കിയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പം പണികൾ നടക്കുന്നുണ്ട്, ഉരുപ്പൊടിയും കാര്യങ്ങളുമാണ്. നേരത്തെ പറഞ്ഞേക്കാം, പലരുടെ വീഡിയോസ് കാണുമ്പോൾ അതിൻ്റെ അടിയിൽ കമൻറ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ഉൾപ്പെടെ ഇട്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് എനിക്ക് നല്ല ഭയമുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ എങ്ങനെ വിചാരിക്കുമെന്ന്. പിന്നെ ചിന്തയല്ലല്ലോ മാർഗമാണ്, എന്താണ് ലക്ഷ്യമാണ് സാധുത. പോട്ടെ. ഇതാണ് എൻ്റെ കീബോർഡ്. ഇതിൻ്റെ മണ്ടിക്ക് ഇപ്പോൾ പല വസ്തുക്കളുമുണ്ട്, അത് നിങ്ങൾ നോക്കണ്ട. ഞാൻ ഇടയ്ക്ക് എനിക്ക് വട്ടലകുമ്പോഴല്ല, എനിക്ക് എല്ലാം ഇങ്ങനെ തൊട്ട് പഠിക്കുന്നൊരു രീതിയായിരുന്നു എൻ്റെ. ഞാൻ പാട്ട് പഠിക്കാൻ പോയി, ഡാൻസ് പഠിക്കാൻ പോയി, പിന്നെ കീബോർഡ് പഠിക്കാൻ പോയി, എല്ലാം ഇങ്ങനെ ഇച്ചിരി. ഇത് ഹോം ടൂറൊന്നുമല്ല, ഞാൻ കാണിക്കാം. ഇങ്ങനെ സെറ്റല്ലേ. ഞങ്ങളുടെ കൃഷ്ണൻ താഴെ ഇരിക്കുകയായിരുന്നു. സോ ഞങ്ങൾ ഇങ്ങോട്ട് കൺവേർട്ടാക്കി. സോ ഇവിടെയാണ് നമ്മുടെ കൃഷ്ണൻ. ഞാൻ കുളിച്ചു കേട്ടോ, പറയരുത് കുളിക്കാതെ വന്ന് നീ കൃഷ്ണനെ തൊട്ടൊന്നും പറയരുത്. ഞാൻ കുളിച്ചു, അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ. എങ്ങനെയുണ്ട്, സെറ്റല്ലേ? ഇത് സെറ്റ് ചെയ്യാൻ വന്ന പുള്ളി പറഞ്ഞു, ഇനി വേറെ ആരെയും ഇതിൻ്റെ അകത്ത് കയറ്റിയിരുത്തരുത്, കാരണം സ്ഥലമില്ല ഗൈസ്, ഇത്രയേ ഉള്ളൂ സ്ഥലം. ഇത് ഞങ്ങളുടെ അമ്മയുടെ സ്വന്തം കണ, ഇതമ്മ മാറ്റത്തില്ല. സോ ഈ കണത്തിന് ഞാൻ വീണ്ടും പെയിൻ്റ് അടിച്ച് കൊണ്ടുകൊണ്ടിരിക്കും. കുറച്ച് വർഷങ്ങളായിട്ട് പുള്ളി നമ്മുടെ കൂടെ ഉണ്ട്. ഇതെല്ലാം അങ്ങനെയൊക്കെയാണ്. ഇത് നമ്മൾ പുതിയതായിട്ട് വാങ്ങിച്ചേട്ടോ. ഇതൊക്കെ അമ്മയുടെ സ്വത്തുക, നമുക്കൊന്നും അറിഞ്ഞില്ല. ഇത് ഞാനാണിത് എടുത്തിവിടെ വെച്ചതില്ല, ചാനൽ തിരുത്തിയുടെ കൂടെ വരുന്നതായിരുന്നു. ഞാൻ എടുത്ത് വെച്ച് അങ്ങനെ നമ്മൾ പൂജാമുറി ഇതാക്കിയിരിക്കും. കാരണം ഇവിടെ നമുക്ക് അന്നത്തെ കാലത്ത് പൂജാമുറി ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്തകളൊന്നും ഇല്ലാത്തതുകൊണ്ട്, പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് വീടായതുകൊണ്ട്
എനിക്ക് തോന്നുന്നു എനിക്കൊരു 2ാം ക്ലാസ് പഠിക്കുമ്പോൾ അങ്ങനെയാണെന്ന് തോന്നുന്നു വീഡിയോ വെച്ചത്. സോ അതുകൊണ്ട് ഇതിങ്ങനെയാണ്. അപ്പോൾ ഇത് നമ്മുടെ 200 രൂപയ്ക്ക് നമ്മുടെ ബംഗാളി ചേട്ടന്മാരുടെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. സെറ്റ് സാധനമാണ്. 200 നമ്മൾ ബാർഗെയിൻ ചെയ്ത് 150 വാങ്ങിച്ചത് എനിക്ക് ഓർമ്മയില്ല ഗൈസ്. ഇവിടെ ഒരു ആനക്കുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതും എന്തോ ഭാഗ്യമൊക്കെ വരുന്നതെന്നാണ് പറഞ്ഞത്. പക്ഷേ കളറൊക്കെ പോയിട്ടുണ്ട്. ഇതാണ്. ഇനി നമുക്ക് വിലക്കെത്തിക്കണം. വീടും തുണിയൊക്കെ അങ്ങനെ ഇങ്ങനെ കിടക്കുകയാണ്. ഇത് ഞാനിപ്പം നിങ്ങളെ കാണിക്കാം. കാരണം പിന്നീട് ഇതെല്ലാം റെഡിയാക്കിയിട്ട് ഞാൻ ഒന്ന് കാണിക്കും. അപ്പം ഞെട്ടും. ഇന്നല്ല വേറൊരു ദിവസം ഇന്നുണ്ട്. ഇതായിരുന്നു എൻ്റെ മുറി. ഇപ്പം നിങ്ങൾ കണ്ട എനിക്ക് ഇച്ചിരി കൂടെ ഞെട്ടത്തില്ലെന്ന്. കുറച്ച് ദിവസങ്ങൾ മുന്നേ ഇവിടെ തുണി ഓരോരോ വെച്ചാൽ നമുക്ക് സ്പേസ് ഇല്ലായിരുന്നു. അലമാരി ഒരെണ്ണം ഉണ്ടായിരുന്നു. അത് പൊട്ടിപ്പൊളിഞ്ഞിങ്ങനെ ഇരിക്കുകയായിരുന്നു. കാരണം സമയമില്ല ഗൈസ്, ഒന്നിനും സമയമില്ല. അപ്പോൾ അങ്ങനെ ഓരോ പാത്രത്തിലൊക്കെ ആക്കി വെച്ചേക്കുമായിരുന്നു. ഇതുപോലെയുള്ള കുഷനിലാക്കി വെച്ചേക്കുമായിരുന്നു. ഒരു കട്ടിയുള്ളൊരു പാത്രവും ഉണ്ടായിരുന്നു, അതിൽ വെച്ചേക്കുമായിരുന്നു. പിന്നെ നമ്മൾ ഈ അലമാരിയിൽ നിന്ന് കുറേ സാധനങ്ങൾ നമ്മൾ പോയി. എലി കടിച്ച് കീറിക്കൊന്നു. അമ്മയുടെ കല്യാണ സാരി ഒഴിച്ച് ബാക്കി എല്ലാ സാരികളും പോയി. അങ്ങനെ ഈ അലമാരിക്കകത്ത് സാരികളൊക്കെ ആയിരുന്നു. സാരികളൊക്കെ പോയി. കല്യാണ സാരി ഒഴിച്ച് ബാക്കിയെല്ലാം പോയി. അതും എന്തായാലും ഒന്നും പറ്റാതെ കിട്ടി. അപ്പോൾ നമ്മൾ പുതിയ അലമാരി വാങ്ങിച്ചു കേട്ടോ. ഷാലിമാറിൽ നിന്നാണ് വാങ്ങിച്ചത്, കായംകുളം. നോ പ്രൊമോഷൻസ്, കാരണം എനിക്ക് ഇച്ചിരി സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. സോ അതുകൊണ്ട് പ്രൊമോഷനൊന്നും അല്ലെന്ന് നിങ്ങൾ ഓർക്കുക. വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ അമ്മയുടെ തുണികൾ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. ഭദ്രമായി അടക്കി. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. അടുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതിങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇതിങ്ങനെയൊക്കെ നമ്മളാക്കി വലിച്ചു വലിക്കിട്ടൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു. എൻ്റെ തലയിൽ കെട്ടൊക്കെ ഉണ്ട് കേട്ടോ, ഒന്നും വിചാരിക്കണ്ട. പിന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. അവിടെ നമുക്ക് ഹാങ്കറൊക്കെ തൂക്കിടാം കേട്ടോ. ഹാങ്കറിലൊക്കെ ഇതെല്ലാം ഷാളാണ്. ഈ ഷാൾ പറ്റാതെ ഞങ്ങൾ തുണികൾ, എനിക്കും അമ്മയ്ക്കും തുണി മുഖ്യമാണ് വീടേ എന്ന് പറയുന്ന പോലെ തുണി ഷാൾ സാധനങ്ങളൊക്കെ അമ്മ ഓരോ വാങ്ങിക്കും. ഞാനതുപോലെ തന്നെ എനിക്കും തുണികളോട് ഇതുണ്ട്. ഷാളും കാര്യം ഞാൻ പിന്നെയും ഒഴിവാക്കിയെങ്കിലും പക്ഷേ എനിക്ക് ടോപ്പുകളൊക്കെ കാണുമ്പോൾ എനിക്ക് ആക്രാന്താവും. സോ ഞാനും വാങ്ങാറുണ്ട്. പിന്നെ ഇവിടെ വാതിലില്ലായിരുന്നു, നമ്മൾ വാതിൽ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പോളിഷൊന്നും അടിച്ചിട്ടില്ല, അതൊക്കെ പിന്നെ കാണിക്കാം. എൻ്റെ മുകളിലും വാങ്ങി എനിക്കും അച്ഛനുമായി ഒരു അലമാര. ഇങ്ങനെയുണ്ട് ഗൈസ് എസ്തെറ്റിക് ലുക്കിൽ. അപ്പം ഇവിടെ എൻ്റെ ഡ്രസ്സുകൾ എങ്ങനെയുണ്ട്. എനിക്കിങ്ങനെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഹാങ്കറിലൊക്കെ തൂക്കിയിടണമെന്ന്. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വാങ്ങിച്ചതിലും ഇതുപോലെ തൂക്കിയൊന്നും ഇട്ടില്ല. കാരണം അത് ഇച്ചിരി കൂടെ ഹാഫ് പോർഷനിലായിരുന്നു ഇത് വന്നത്. വലിയൊരു വേറൊരു മോഡലാണ്. ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് ചില വീഡിയോസിൽ കാണാൻ പറ്റും. അപ്പം ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തു. കുറച്ച് പാൻറ്റും കാര്യങ്ങളും. അങ്ങനെ എൻ്റെ ഡ്രസ്സാണ് ഇപ്പോൾ ഇതിൽ വൃത്തികേടായിട്ട് ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. ബട്ട് സമയമില്ല ഗൈസ്. പിന്നെ അങ്ങ് അടുക്കുക. ഇവിടെ നമ്മൾ അച്ഛൻ്റെ കുറച്ച് തുണിയും ഡ്രസ്സും കുറച്ചേ ഉള്ളൂ അച്ഛന്. അപ്പോൾ അത് എൻ്റെ കുറച്ച് സാരി, ഇത്രയും സാരി എനിക്കുണ്ട്. ഇതിൽ പകുതി ഞാനും അമ്മയും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ അച്ഛൻ്റെ ഡ്രസ്സ്, താഴെ എൻ്റെ യൂണിഫോം, പിന്നെ കുറച്ച് ട്രോഫിയും കാര്യങ്ങളും താഴെ നിന്നൊക്കെ നമ്മൾ മാറ്റിയായിരുന്നു. സോ അതുണ്ടാവും. പിന്നെ എപ്പോൾ നമ്മളിങ്ങനെ തലമാരിക്ക് നമ്മളെപ്പോഴും ക്ലോസ് ചെയ്യണം കേട്ടോ. അതിന് ശേഷം ഇതാണ് നമ്മുടെ ബെഡ്റൂം. ഇപ്പം ഞങ്ങളാരും ഇവിടെ കിടക്കാറില്ല. ഞാനും അമ്മയും അച്ഛനൊക്കെ ഇവിടെയാണ് കിടന്നുകൊണ്ടിരുന്നത്. ഞാനങ്ങനെ അപ്പുറത്തെ റൂമുണ്ടെങ്കിലും അവരുടെ നടുക്കാണ് കിടന്നുകൊണ്ടിരുന്നത്. എന്നാലും ഇതാണ് നമ്മുടെ റൂം. അപ്പം ഇന്ന് അവർ വന്ന് പറഞ്ഞു റൂമിൽ ഇങ്ങനെ ദേവിയൊന്നും വിൽക്കരുത്, ഇവിടെ അല്ല വിൽക്കണമെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ മാറ്റും. പിന്നെ ഇപ്പം നിങ്ങൾ ഇതൊക്കെ കണ്ടു വെച്ചോ. ഇത് നമ്മൾ പുതുക്കി റെഡിയാക്കിയിട്ട് നിങ്ങൾ കാണിക്കാൻ. ഇത് നമ്മുടെ വർഷങ്ങൾ കൊണ്ടുള്ള അലമാരി. മറ്റേ അലമാരിക്ക് കള്ള് മുന്നേ വാങ്ങിയ അലമാരി കേട്ടോ അത്. പക്ഷേ ഇത് പോയിട്ടില്ല, നല്ല സാധനമായിരുന്നു. ഇതിലാണ് കുറച്ച്, ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സാരി പോയി, കുറച്ച് സാരികൾ ഇനിയും ഉണ്ട്. അതും ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റ്സൊക്കെ കഴുകി ഉണക്കി വെച്ചേക്കുക കേട്ടോ ഇവിടെ. അതൊക്കെയാണ് ഇവിടെ. ഇനി ഇവിടെ നിന്ന് നിങ്ങൾക്കൊരു വിശാലമായ ജനാല കണ്ടു. അങ്ങനെയല്ല ഇങ്ങനെയുണ്ട്. അതൊക്കെ പിന്നെ കാണിക്കാം, പിന്നെ കാണിക്കാം. നന്ദനയാണ് ഞാൻ ഇപ്പം നിങ്ങളെ കാണുന്നതാണ്. ഇപ്പം നിങ്ങൾ ഈ കൊല്ലങ്ങളൊക്കെ കണ്ടു വെച്ചു.
പിന്നെ കിട്ടത്തില്ല. അങ്ങനെയുണ്ട്. ഇവിടെ നടന്ന കേട്ടോ, ഇവിടെ വെച്ചൊരു ഇതുണ്ട് ഇറങ്ങാനായിട്ട് കണ്ടു. ഇത് നമ്മുടെ ബാൽക്കണി. പറയും നേരത്തെ ഇതിലും മോശമായിരുന്നു. ഇനി നിങ്ങൾ ബാൽക്കണിയിൽ ഒരു രഹസ്യം കാണിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഞെട്ടരുത്. ദുരിതന് ആ ടൂണൊക്കെ ഇട്ടോ. ഞാനിപ്പോഴാണ് ഗൈസ് ഈ ബാൽക്കണി ഇങ്ങനെയാണ്. ഇതെൻ്റെ കേന്ദ്രമായിരുന്നു. ഞാൻ അങ്ങേ അറ്റത്തൊക്കെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത് സോപാനത്തിൽ. എല്ലാം ഇങ്ങോട്ട് മാറ്റി, കാരണം കുറേ നമ്മുടെ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് തന്നെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഒന്നും കയറത്തില്ല എന്നുള്ള ഇതുകൊണ്ട് നമ്മളിങ്ങനെ വെച്ചേക്കാണ്. ഇത് ഇവിടെ ആയിരുന്നു ബുക്കൊക്കെ വെച്ചോണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ വെച്ച് തൽക്കാലം. ഞാനിത് അറിഞ്ഞില്ല. ഇപ്പോഴേ കണ്ടത് നിങ്ങൾ വിശാലമായിട്ടുള്ള സാധനം കാണിക്കാൻ തന്നെ. അപ്പം നമുക്കിതങ്ങ് അടയ്ക്കാം. തുറന്ന് വേണ്ടല്ലേ വെറുതെ. അപ്പം നമുക്കിത് എനിക്ക് സമയമില്ല പ്ലീസ്. അമ്മ വരും, എന്നെ ചീത്ത വിളിക്കും. വിളക്കെത്തിക്കണം, സമയമായി. അല്ലെങ്കിൽ കണ്ണെടുത്തിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വിളക്ക് കളത്തിക്കട്ടെ. ഓക്കെ, ടാറ്റാ.